ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ദുബായ് ലവ് ലേക്കാണ് കേട്ടോ കാണാൻ പോകുന്നത്. അൽസലാം ഡെസേർട്ട് ഡ്യൂൺസിലാണ് ഈ ലവ് ലേക്ക് ഉള്ളത്, നിയർ ബൈ അൽഖുദ്ര ലേക്കിന് ഫ്ലെമിംഗോ ലേക്ക് എന്നുള്ളൊരു പേരും കൂടി ഉണ്ട്. ഈ ഫ്ലെമിംഗോ ലേക്ക് പാസ് ചെയ്തിട്ടാണ് നമ്മൾ ലവ് ലേക്കിലോട്ട് പോകുന്നത്. ഇതാണ് ഫ്ലെമിംഗോ ലേക്ക്. ഇവിടെ ബ്ലാക്ക് കളർ സ്വാനുകളും അതുപോലെ കുറേ ഫ്ലെമിംഗോസൊക്കെ ഈവനിങ് ടൈമിൽ നമുക്ക് ചെന്നാൽ കാണാൻ പറ്റും. ഫ്ലെമിംഗോ ലേക്കിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട്, അത് കാണാത്തവർ കണ്ടു നോക്കണേ. അങ്ങനെ നമ്മൾ ലവ് ലേക്കിലെത്തി. ലവ് ലേക്ക് 24 hour ഓപ്പൺ ആണ്. അതുപോലെ പ്രത്യേകിച്ച് എൻട്രി ഫീസൊന്നുമില്ല, ഫ്രീ എൻട്രി ആണ്. ഇതാണ് ലവ് ലേക്കിൻ്റെ എൻട്രൻസ്. നൈറ്റ് ക്യാമ്പിങ്ങിന് പറ്റിയ നല്ലൊരു സ്പോട്ടാണ് ലവ് ലേക്ക്. അതുപോലെ നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ സൺസെറ്റും മോർണിംഗ് സൺറൈസും ഒക്കെ നമുക്കിവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഈ ലേക്കിന് ഒരു ലവ് ഹാർട്ടിൻ്റെ ഷേപ്പാണ്. 2 ഹാർട്ടുകൾ ഇങ്ങനെ ഒരുമിച്ച് ചേർന്നിരിക്കുന്ന പോലുള്ള ഒരു ഷേപ്പിലാണ് ഈ ലേക്ക് നിർമ്മിച്ചിരിക്കുന്നത്. 2018 ഈ ലവ് ലേക്ക് ഓപ്പൺ ആയത്. ഇതൊരു മാൻമെയ്ഡ് ലേക്കാണ്. ചെന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് കുറേ ഫിഷുകളാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള പല നിറത്തിലുള്ള കുറേ ഫിഷുകളുണ്ട്. നമ്മുടെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും കൂടെ ഓടി വരും. നമ്മുടെ കയ്യിലുള്ള ഫുഡുകളൊന്നും നമുക്ക് ഈ ഫിഷിന് കൊടുക്കാൻ പറ്റില്ല കേട്ടോ, അത് അലൗഡ് അല്ല. കുറച്ചു നേരം ഞങ്ങൾ ഈ മീനുകളെയൊക്കെ കണ്ടു നിന്നു. നല്ല ഭംഗിയാണല്ലേ, പല നിറത്തിലുള്ള മീനുകൾ ഇങ്ങനെ ഓടിക്കളിക്കണ കാണാൻ തന്നെ. പിന്നെ ഞങ്ങൾ ഈ ലേക്ക് മുഴുവൻ ചുറ്റിക്കാണാനായിട്ട് തുടങ്ങി. ഈ ലേക്കിൽ നമുക്ക് കുറേ അരയന്നങ്ങളെയൊക്കെ കാണാം കേട്ടോ. അരയന്നങ്ങളൊക്കെ നീന്തി കളിക്കുന്നുണ്ട്. ഇവിടെ ബാർബിക്യൂ ഒക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. അവിടെ കുറേ പേര് ബാർബിക്യൂ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് നൈറ്റ് സ്റ്റേ ചെയ്യാനുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഞങ്ങൾ ബാർബിക്യൂനൊന്നും കരുതിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ഫുഡ് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന്. ചിക്കൻ ഗ്രിൽഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ ഇവിടെ വന്നിട്ട് കഴിക്കുകയാണ് ചെയ്തത്. ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാം എല്ലാം ഹാർട്ട് ഷേപ്പിലാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. ഫ്രണ്ട്സും ഫാമിലിയായിട്ടൊക്കെ വന്ന് ചില്ല് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് ലവ് ലേക്ക്. ഞങ്ങളിവിടെ ഒരു 4 മണിയൊക്കെ ആയപ്പോൾ എത്തിയതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ചുറ്റിക്കറങ്ങിയൊക്കെ നടന്നു കഴിഞ്ഞപ്പം കുട്ടികൾക്ക് വിശക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇരുന്ന് ഫുഡ് കഴിച്ചു. ഞങ്ങൾ വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്ന ഗ്രിൽഡ് ചിക്കനാണ്. ഇവിടെ ഇരുന്ന് നമുക്ക് കഴിക്കാനുള്ള ടേബിളും ചെയറൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ ലവ് ലേക്ക് കാണാൻ ഇറങ്ങി. നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടെയൊക്കെ കാണാനായിട്ട്. നിങ്ങൾ നേരിട്ട് തന്നെ വന്ന് കാണണം, അപ്പോഴാണ് അതിൻ്റെ ഭംഗി മനസ്സിലാവുള്ളൂ. നേച്ചറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടെ വന്നാൽ തിരിച്ചു പോകാൻ തോന്നില്ല, അത്ര ഭംഗിയാണ് ഇവിടെ കാണാനായിട്ട്. നമുക്ക് ഈ ലേക്കിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് പോകാനായിട്ട് ഈ ലേക്ക് ക്രോസ് ചെയ്തിട്ട് വേണം പോകാൻ. ഈ വെള്ളത്തിലൂടെ നടന്ന് നമ്മൾ അപ്പുറത്തോട്ട് ക്രോസ് ചെയ്ത് പോകണം. ഇവിടെ എല്ലാം ഹാർട്ട് ഷേപ്പിലാണ് കേട്ടോ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് ഞങ്ങളിവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഇവിടെ ഇരിക്കാനും കുറേ അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവർ. പിന്നെ ഇവിടെ നോക്കുമ്പോൾ കാണാം ഹാർട്ടിൻ്റെ ഷേപ്പിൽ സ്റ്റോണൊക്കെ ഇങ്ങനെ ചെത്തി വെച്ചിട്ടുണ്ട്. അത് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഹാർട്ട് ഷേപ്പിൽ. നല്ല ഭംഗിയുണ്ട് അവിടെയൊക്കെ കാണാനായിട്ട്. പിന്നെ ഇവിടെ കൂടെ കുറേ ഗിനിക്കോഴികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. മോളിൽ നിന്ന് വ്യൂ ചെയ്യുമ്പം 2 ഹാർട്ട് ഇങ്ങനെ ഒരുമിച്ച് ചേർന്നിരിക്കുന്ന പോലെയാണ് ഈ ലേക്ക്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു ഹാർട്ടിൻ്റെ ഷേപ്പ് പോലെ ശരിക്കും ലേക്ക് മനസ്സിലാവുന്നുണ്ടല്ലേ. നമുക്ക് വീഡിയോയിൽ കാണുമ്പം ഇത് എത്രമാത്രം ഹാർട്ടിൻ്റെ ഷേപ്പ് മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല. പിന്നെ ഞങ്ങൾ ഈ വെള്ളത്തിലൂടെ നടന്ന് ഓപ്പോസിറ്റ് സൈഡിലോട്ട് പോവാണ് കേട്ടോ ലേക്കിൻ്റെ. ഈ വെള്ളത്തിലൂടെ ഇങ്ങനെ നടന്നു അപ്പുറത്തോട്ട് പോകാനായിട്ട് നല്ല രസമാണ് കേട്ടോ. കുട്ടികളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു.
അവർ കുറച്ച് നേരം വെള്ളത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. വെള്ളത്തിലിങ്ങനെ കാല് ചവിട്ടി നടക്കാൻ നമുക്ക് നല്ല ഇഷ്ടമാണല്ലേ എല്ലാവർക്കും. ഇനി ലേക്കിൻ്റെ ഈ സൈഡിലുള്ള കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇവിടെ നമ്മളിങ്ങനെ മുകളിലോട്ട് കയറി ചെല്ലുമ്പം ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് കുറേ കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ കുറേ പേര് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഇവിടുന്ന് നോക്കുമ്പോൾ ലേക്ക് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ വ്യൂസ് ആണ് ഇവിടുന്ന്. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഇരിക്കാനൊക്കെ മരം കൊണ്ടുള്ള ചെയറുകളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ ഫിഷിന് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയത്. ഇവിടെ ഫിഷിന് ഫീഡ് ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ട്. ഫിഷിന് കൊടുക്കാനുള്ള ഫുഡ് നമുക്ക് ഇവിടുന്ന് സെക്യൂരിറ്റി തരും. ആ ഫുഡ് മാത്രമേ നമുക്ക് ഫിഷിന് കൊടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഒരു 5 മെമ്പേഴ്സിൽ കൂടുതൽ നമ്മളെ കയറ്റി വിടില്ല. ഒരു 5 മെമ്പേഴ്സ് മാക്സിമം നമ്മളെ കയറ്റി വിടുള്ളൂ. അതുപോലെ നമ്മൾ ഫുഡ് കൊടുക്കുമ്പോൾ ഫിഷുകളെല്ലാവരും കൂടി അങ്ങ് വരും. നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. കുറേ ഫിഷുകളുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ഞങ്ങളുടെ കൂടെ 2 കുട്ടികളുണ്ടായതുകൊണ്ട് തന്നെ കുറച്ച് നേരം കൂടുതൽ സമയം തന്നു ഞങ്ങൾക്കിവിടെ നിൽക്കാനായിട്ട്. പിന്നെ കുറച്ച് പേര് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഫിഷിന് ഫീഡ് ചെയ്യാനായിട്ട്. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങി. സൺസെറ്റ് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ സൺസെറ്റിൻ്റെ സമയം ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നല്ല വ്യൂ ആണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അങ്ങനെ സൺസെറ്റൊക്കെ കണ്ട് ഞങ്ങൾ വീണ്ടും തിരിച്ച് ലേക്കിൻ്റെ മറ്റേ സൈഡിലോട്ട് പോവാണ്. ഈ വെള്ളത്തിലൂടെയുള്ള യാത്ര നല്ല രസമാണ് കേട്ടോ. ഈ സൈഡിൽ നിന്നും നല്ല ബ്യൂട്ടിഫുൾ വ്യൂസ് ആണ് കേട്ടോ. അങ്ങനെ കുറേ നേരം ഞങ്ങളിവിടെ സ്പെൻഡ് ചെയ്തു. ഇവിടെ ഈ പുല്ലിലിങ്ങനെ ഇരിക്കാൻ നല്ല രസമാണ്. ഓസ്റ്റിന് ഇവിടെ കിടന്ന് തല കുത്തി മറിയായിരുന്നു. പിന്നെ ഞങ്ങളിവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നൈറ്റ് ആയി കഴിഞ്ഞപ്പോൾ ഇവിടെ ഫ്ലോറിൽ ഇങ്ങനെ ലൈറ്റ് വെച്ചിട്ട് റൈറ്റ് ചെയ്യാൻ പറ്റും. കുട്ടികൾ ഇത് തന്നെ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങളൊരു 7 മണി 7:30 വരെ ഇവിടെ സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് തിരിച്ചു പോയത്. നെക്സ്റ്റ് ടൈം വരുമ്പോൾ നൈറ്റ് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വരണം. അപ്പോൾ നമുക്ക് മോർണിംഗ് സൺറൈസും കൂടെ കാണാം. അങ്ങനെ ഞങ്ങൾ ലവ് ലേക്കൊക്കെ കണ്ട് തിരിച്ചു പോവാണ്. ഞങ്ങളങ്ങോട്ട് പോകാൻ നേരത്ത് കുറേ പേര് നൈറ്റ് ക്യാമ്പിങ്ങിന് വേണ്ടിയിട്ട് വരുന്നുണ്ടായിരുന്നു, നൈറ്റ് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ.